പാലക്കാട്. ഈ പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു വരുന്നില്ലേ? എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം നെൽപ്പാടങ്ങളുടേത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും നെൽപ്പാടങ്ങൾ തന്നെയാണ്. നോക്കത്താ ദൂരത്ത് പച്ചപ്പരവതാനി വിരിച്ച പോലുള്ള നെൽപ്പാടങ്ങൾ, അതിനിടയിൽ കൂടെ ഒരു പാലം. നെൽപ്പാടങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ആ പാലത്തിൽ കൂടി നടക്കുമ്പോൾ കിട്ടുന്നൊരു സ്പെഷ്യൽ ഫീലുണ്ട്. ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നത്. തത്തമംഗലം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ, അരമണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താൻ പറ്റും. ഇവിടേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പവഴി ഗൂഗിൾ മാപ്പ് തന്നെയാണ്. ഗൂഗിൾ മാപ്പ് എടുത്ത് തത്തമംഗലം ബ്രിഡ്ജ് എന്ന് ടൈപ്പ് ചെയ്താൽ ഡയറക്ഷൻ കിട്ടും. ഇനി പാലക്കാടിനെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണെങ്കിൽ തത്തമംഗലം പള്ളിമുക്കിൽ വരിക. അവിടെ ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞു തരും. കുറേ റൈറ്റും ലെഫ്റ്റും ഒക്കെ എടുത്തിട്ട് വേണം അവിടെ എത്താൻ. അതുകൊണ്ട് വഴി പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഏതൊരു സ്ഥലത്തെയും അടുത്തറിയാൻ അവിടുത്തെ നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ലക്ഷ്യസ്ഥാനം പോലെ പ്രധാനമാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളും. അത് ആസ്വദിക്കാൻ വേഗത കുറച്ച് യാത്ര ചെയ്യണം. വേഗത കുറയുമ്പോൾ കണ്ണിൽപ്പെടാത്ത പല കാഴ്ചകളും കാണാനിടയാവും. ആദ്യമായി ഇതുവഴി കടന്നു പോകുന്ന ഏതൊരാളും ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടാൽ ഇവിടെ നിർത്തി അത് ആസ്വദിച്ചേ മുന്നോട്ട് പോകും. തനതായ പാലക്കാടൻ കാഴ്ചകളാണ് ഇവയെല്ലാം. യാത്ര ദൂരത്തേക്കായാലും അടുത്തുള്ള സ്ഥലത്തേക്കായാലും അത് യാത്ര തന്നെയാണ്. ദൂരസ്ഥലത്തേക്ക് മാത്രം യാത്ര ചെയ്ത് അവിടുത്തെ കാഴ്ചകൾ കാണുന്നവർ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ കൂടി കാണാൻ ശ്രമിക്കണം. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടാവുമോ എന്നതിന് ഒരു ഉറപ്പുമില്ല. കാരണം നാട്ടിൻപുറത്തെ പല കാഴ്ചകളും ഇന്ന് മൺമറഞ്ഞു പോവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് മനസ്സറിഞ്ഞു നിന്നാൽ ഈ നാടും ഇവിടുത്തെ കാഴ്ചകളും ഇതേപോലെ നിലനിർത്താൻ കഴിയും. ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ സൃഷ്ടിക്കാറ്. അതുകൊണ്ടാണ് കിട്ടുന്ന സമയമെല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടി യാത്ര ചെയ്യാറ്. തനതായ ഗ്രാമപ്രദേശത്ത് കൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഈ കാണുന്നതാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന തത്തമംഗലം പാലം. നമ്മുടെ ഈ പാലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പാലത്തിൻ്റെ താഴെ കൂടെ ഒരു കനാൽ പോകുന്നുണ്ട്. അക്വാഡക്ട് പാലത്തിൻ്റെ വേറൊരു രൂപം. അതാണ് നമ്മുടെ തത്തമംഗലം പാലം. നമുക്കെന്തായാലും ബ്രിഡ്ജിൽ കൂടെ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതിനു മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനു മുൻപ് വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈ നെൽപ്പാടങ്ങളിൽ കാറ്റ് വീശുമ്പോൾ പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. ഏത് ആംഗിളുകളിൽ നിന്ന് നോക്കിയാലും ഒരു രക്ഷയുമില്ലാത്ത ഭംഗിയാണ് ഈ പാലത്തിന്. പച്ചപ്പ് കൊണ്ട് നിറഞ്ഞൊരു പെർഫെക്റ്റ് കോമ്പോസിഷൻ. അതാണ് നമ്മുടെ ഈ തത്തമംഗലം പാലം. ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ വഴികൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പാലക്കാട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയമുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉറപ്പായും വന്ന് കാണണം. ഈ പാലത്തിൽ ആരുമില്ലാത്തത് കാരണം നല്ല രീതിയിൽ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റി. ഉച്ച സമയത്ത് വരികയാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ലാതെ ഇതുപോലെ ഈ പാലം കാണാൻ പറ്റും. നോക്കത്താ ദൂരത്ത് പച്ചപ്പരവതാനി വിരിച്ച പോലെ നെൽപ്പാടങ്ങൾ മാത്രം. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണിത്. വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോലും നല്ല കിടിലൻ പിക്ചർ കിട്ടുന്ന 100% ഗ്യാരണ്ടി. ഇനിയും ഒരുപാട് വർഷം ഈ സ്ഥലം ഇതുപോലെ നിലനിൽക്കട്ടെ. ഇതുപോലുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ വന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കും എന്നതാ. മനസ്സിന് ഒരുപാട് സന്തോഷം തരാൻ ഇതുപോലുള്ള കാഴ്ചകൾ മാത്രം മതി. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചിലവഴിക്കുന്ന സമയം മറക്കാൻ പറ്റാത്ത മധുരമുള്ള ഓർമ്മകളായിരിക്കും എന്നും ജീവിതത്തിൽ കൂടെയുണ്ടാവുക.